ഗൈസ് നമുക്ക് അട ഉണ്ടാക്കാം. ഒരു പാത്രത്തിൽ വെള്ളം ഉപ്പിട്ട് തിളപ്പിച്ചെടുക്കുക. അരിപ്പൊടി നമുക്ക് ആവശ്യമുള്ള അത്രയും അരിപ്പൊടി എടുത്ത് ഈ തിളപ്പിച്ച വെള്ളം നന്നായിട്ട് അതിലോട്ട് ഒഴിച്ച് കട്ടയില്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നൂലപ്പത്തിനൊക്കെ മിക്സ് ചെയ്യില്ലേ, അതുപോലെ ചൂടോടുകൂടി മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് തേങ്ങ ചിരകി അതിലോട്ട് പഞ്ചസാരയും ഏലക്കാപ്പൊടിയും കൂടെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിതേ കുറച്ച് വാഴല മുറിച്ചെടുത്തിട്ടുണ്ട്, അത് കുഞ്ഞു കഷ്ണങ്ങളാക്കി. അതിൻ്റെ ഇടയിൽ മിമുവാവ മേലെയൊക്കെ വലിച്ചിട്ട് പോയി. ഇതുപോലെ നന്നായി പരത്തിയെടുത്ത് നമ്മൾ ആ തേങ്ങയുടെ മിക്സ് അതിൽ ഫില്ല് ചെയ്ത് മടക്കി ആവിയിൽ വേവിച്ചെടുക്കാം. പണ്ട് സ്കൂളിൽ വിട്ട് വരുമ്പോൾ അമ്മ ഇതുപോലെ അടയുണ്ടാക്കി വയ്ക്കും. അപ്പോൾ എനിക്കിങ്ങനെ ആവിയിൽ വേവിക്കുന്ന അടയാണ് കൂടുതലിഷ്ടം. ഇങ്ങനെ ചുട്ടെടുക്കുന്ന അടയേക്കാളും ആവിയിൽ വേവിക്കുന്ന അടയാണ് കുറച്ചുകൂടി നീറ്റായിരിക്കും, കാണാൻ നല്ല രസമായിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്ഷമയില്ലാത്തതുകൊണ്ട് സ്പൂൺ കൊണ്ട് മുറിച്ചിട്ട് വേഗം കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നല്ല ചൂട് ചായയും അടയും.